അതെ 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 20-ൽ 20 കിട്ടാവുന്ന സാഹചര്യമാണുള്ളത്. അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആയല്ലോ. ഇപ്പോൾ വേവോളം നമ്മൾ കാത്തു, ഇനി ആരോളം കൂടെ കാക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും അത് അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ്. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ് വേണ്ടത്. ഇലക്ഷൻ്റെ പേരിൽ വിഭാഗീയതയും പിന്നെ സംഘർഷങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല വടകരയിലെ ജനങ്ങളും ഞങ്ങളാരും. വടകരയിൽ സമാധാനപൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ച പല പരാതികളും പോലീസ് തീർപ്പ് കൽപ്പിക്കാഞ്ഞിട്ട് പോലും പോലീസിൻ്റെ അത്തരം ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഞങ്ങൾ സഹകരിക്കുന്നത് നാടിൻ്റെ സമാധാനത്തെ ഓർത്തിട്ടാണ്. അപ്പോൾ ആ സമാധാനത്തെ കെടുത്താനുള്ള ഏറ്റവും ഹീനമായ മാർഗം ചില വ്യാജ സൃഷ്ടികളാണ്. ആ വ്യാജ സൃഷ്ടികളുടെയും നിർമ്മിതികളുടെയും പിന്നിൽ ആരാണെന്ന് പോലും അന്വേഷിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പോലീസിൻ്റെ മെല്ലപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം എന്ന നിലക്കാണ് UDFും RMP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അതിനോടൊക്കെ സഹകരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊവോക്കേറ്റീവായിട്ടൊന്നും അക്കാര്യത്തിൽ പറയാനില്ല. പക്ഷേ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ സൃഷ്ടി ഉൾപ്പെടെ ഉണ്ടാക്കിയത് ആരാണെന്ന് പോലീസ് കണ്ടെത്തി ശിക്ഷിക്കണം. അതൊരു നാടിൻ്റെ സമാധാനത്തെ കെടുത്താനും ഒരു നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അൺഇൻറ്റൻഷനലല്ല, ഇൻറ്റൻഷനലി ചെയ്തു വെച്ചൊരു കാര്യമാണ്. അത് ഞാൻ ആരെങ്കിലും അറിയാതെ ചെയ്തു വെച്ചൊരു കാര്യം ആ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിനെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വല്ലാതെ ഓൺ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നടപടി എടുത്തോട്ടെ, അതിനകത്ത് ആർക്കും പരാതിയില്ല. പക്ഷെ ഇവിടെ വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇത്തരം ചില നിർമ്മിതികളെ ഓൺ ചെയ്യുന്ന നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അതൊക്കെ ഉണ്ടാക്കിയത് ആരാണ്, അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പോലീസുമായിട്ടും ഈ സമാധാന ശ്രമങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പൂർണ്ണതോതിൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് അത്തരം ഇനീഷ്യേറ്റീവിലൊക്കെ പങ്കെടുത്തത്. അതേസമയം അവരവരുടെ ഉത്തരവാദിത്തം മറക്കരുത്. അതങ്ങനെ അത് സാരമില്ല, ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയാവുന്നൊരു ശ്രമമായിരുന്നില്ല അവിടെ ഉണ്ടായത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ അത് വേണം. ഞാൻ അതിൻ്റെ പേരിലും ഒരു ഭിന്നിപ്പും ആർക്കും ഇതിൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സമാധാനം ഉണ്ടാവണം, സത്യം പുറത്തു വരണം. ഇല്ല, എനിക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വടകരയിലേക്ക് പോകണം എന്ന ആദ്യ സെക്കൻഡിൽ വന്ന വാർത്ത, ആ സമയത്ത് പാലക്കാട് നിന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായ പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അത് കഴിഞ്ഞാൽ വടകരയിൽ കാലെത്തിയിട്ട് ഇപ്പം നിങ്ങളെ കാണുന്ന ഈ സെക്കൻഡ് വരെ വടകര എനിക്കൊരു ടെൻഷനും തന്നിട്ടില്ല. നല്ല സ്നേഹവും നല്ല പിന്തുണയും തന്നിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു